എത്ര തുഴഞ്ഞാലും എത്താത്തൊരുത്ത്. എത്ര തുഴഞ്ഞാലും എത്താത്തൊരുത്ത്. എത്ര നടന്നാലും തീരാത്തൊരുത്ത്. എത്ര നടന്നാലും തീരാത്തൊരുത്ത്. നോക്കാതെ കണ്ടും നോക്കാതെ കണ്ടും പറയാതെ കേട്ടും പറയാതെ കേട്ടും എല്ലാരും എത്തും തുരുത്ത്. എല്ലാരും എത്തും തുരുത്ത്.
സമയല്ലേ, വള്ളവിൽ അടുക്കട്ടെ. അതിങ്ങതാ നീ ആരോട് ചോദിച്ചിട്ടാടാ ഇത്രയും വളർന്നത്? തിക്കാരി. നീ പണ്ട് കൊച്ചുനാളിൽ എന്നെ എങ്ങനെ വിളിച്ചിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? മറന്നുപോയി. അപ്പൂപ്പ വാ. നമുക്കൊരു കളി കളിക്കാം. ഒരു പഴയ കളിയാ. ഓക്കെ. 2 വഴികളുണ്ട്. ദേ ഇതുപോലെ. അതിലൊന്ന് തൂക്കുമരത്തിലേക്കാ. അങ്ങോട്ട് പോയാൽ തൂക്കിക്കൊല്ലും. മറ്റേ വഴിയെന്ന് വെച്ചാ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്കാ. ഫുൾ ഫ്രീഡം. ഓക്കെ? നൗ നിനക്ക് വഴി ചോദിക്കാൻ ആകപ്പാടെ ഉള്ളത് ഞാനാ. ഈ ഞാനാണേൽ നാക്കെടുത്ത കള്ളത്തരവേ പറയും. അതായത് ഒരു കാര്യം സത്യമാണെങ്കിൽ അതല്ല എന്നേ പറയും. Got it? Yeah, of course. നിനക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാം. ഒരൊറ്റ ചോദ്യം. എന്തായിരിക്കും ആ ചോദ്യം? അപ്പൂപ്പൻ കള്ളേ പറയാവൂ. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ വഴിയാ സ്വാതന്ത്ര്യത്തിലേക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞ സമ്മതിക്കുന്ന ആളാണോ അപ്പൂപ്പൻ? ഐ മീൻ അപ്പൂപ്പൻ സമ്മതിക്കോ? കള്ളേ പറയാവൂ. സമ്മതിക്കത്തില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ദ അതർ വേ. പക്ഷെ ഒരു കാര്യം സമ്മതിക്കും. നീ ഒരു മിടുക്കനും കൂടാ ധിക്കാരി. കണ്ട ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പൊ 1.5 വർഷത്തിന് മേലെയായി. 1.5 വർഷം? ആ. പിന്നെ ഡിസംബറിൽ ഏതോ ബൊട്ടാണിസ്റ്റിനൂടെ റിസർച്ച് ചെയ്യാൻ പോയെന്ന് പറഞ്ഞതോ? അതെ അപ്പൂപ്പ, ഞാൻ ഒരു കാര്യം പറയാം. ഈ അച്ഛൻ എന്നെ പറ്റി അങ്ങനെ പലതും പറയും. അതൊന്നും അപ്പൂപ്പൻ വിശ്വസിക്കും. എന്നാ നീ പറ, ഞാൻ വിശ്വസിക്കും. എന്താ അപ്പൂപ്പൻ അറിയണ്ട? നീ കോളേജിൽ പോക്ക് നിർത്തി കളഞ്ഞെന്ന് പറഞ്ഞത് ശരിയാണോ? അത് ശരിയാ. പിന്നെ ഏതാ ശരിയല്ലാത്തത്? നീ മിണ്ടാതിരിക്കും. നീ പറയടാ. ചോദിക്കും. നീ എന്തിനാ പഠിത്തം നിർത്തിക്കളഞ്ഞേ? പഠിത്തം നിർത്തിന്ന് ആര് പറഞ്ഞു? അപ്പൂപ്പ, ഈ തന്നെത്താൻ പഠിക്കാൻ പറ്റാത്തവർക്കുള്ള സ്കൂളും കോളേജും. ഓ, അത് ശരി. എനിക്ക് തന്നെത്താൻ പഠിക്കാൻ പറ്റും. ഞാൻ പഠിക്കുകയും ചെയ്യുന്നു. തന്നെത്താൻ പറ്റും. ഏത് സബ്ജക്റ്റാ നീ പഠിക്കുന്നേ? പല സബ്ജക്റ്റും പഠിക്കുന്നുണ്ട് അപ്പൂപ്പ. എന്നാലും നിന്റെ മെയിൻ ഏതാ? അപ്പൂപ്പ, ഈ മെയിൻ ഒക്കെ കോളേജിലല്ലേ. എനിക്ക് എല്ലാ സബ്ജക്റ്റും മെയിനാ ഞാൻ പഠിക്കുന്ന സമയത്ത്. അന്നന്ന് കാൺമതിനെ വാഴ്ത്തുന്നു മാ മുനിമാർ.
അച്ഛൻ ചിരിച്ചോ? പഠിച്ചു പഠിച്ചേ ഇവ 2 പോലീസ് കേസാ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരിവനോ? ആ ചോദിച്ചു നോക്ക്, ചിരിക്കുന്നുണ്ടല്ലേ അവൻ. അതെന്തുവാടാ മോനെ? അത് ചുമ്മാ അപ്പുറത്തെ വീട്ടിൽ ഒരു പന്ന പട്ടിയെ കൊന്നെന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയൊരു കേസാ. പട്ടിയെ കൊന്നു? കെനൈൻ യൂത്തനേഷ്യ. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന പുതിയൊരു സബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാ എന്തുവാ? അപ്പൊ ഈ എന്താ പറയാ, പട്ടിയെ കൊല്ലാനുള്ള മരുന്നില്ലേ, ഈ ബാർബിച്ചുറേറ്റ്സും അതും ഇതൊക്കെ ചേർന്ന ഒരു മിക്സർ, അത് ഞാൻ പുതിയൊരു കോമ്പോസിഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പരീക്ഷിക്കാൻ ഇങ്ങനെ വഴിയില്ലാതിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചാവാലി പട്ടി ഉണ്ട്, ആ മതിൽ ചാടി വരുന്നു. ഞാൻ അതിനെ പഠിച്ചങ്ങ് പരീക്ഷിച്ചു. എക്സ്പെരിമെന്റ് വാസ് സക്സസ്ഫുൾ. ചത്തു. അവര് കേസും കൊടുത്തു. 1 അല്ല 2 കേസ്. 1 പട്ടിയെ കൊന്നേന്, 2 ചോദിക്കാൻ വന്ന അയലത്തെ കൊച്ചിനെ കുത്തുവെന്ന് പറഞ്ഞ വിരട്ടിയൻ. എന്നിട്ട് കേസ് എന്തുവായി? കേസ് എന്താവാനാ, ഞാൻ പോയി കരഞ്ഞ കാല് പിടിച്ച് കേസ് പിൻവലിപ്പിച്ചു. ഇല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൂപ്പ, ഈ തുരുത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികൾ വല്ലതും ഉണ്ടോ? അവൻ 7 വയസ്സായിരുന്നു കഴിഞ്ഞ തവണ വരുമ്പോ. അപ്പോഴും അവൻ മറന്നിട്ടില്ലൊന്നും. അവൻ നമ്മുടെ പിടിവിട്ടു പോവാ. ബാ, അവനെങ്ങോട്ടും പോവുകയല്ല, സ്വന്തം വീട്ടിലോട്ട് വരിക. അവനൊരു കുഴപ്പമില്ല, അത് ആദ്യം വിശ്വസിക്കും. അയ്യോ, ഇതാരായി വന്നിരിക്കുന്നേ? കാത്തു. ഒരു വലിയ ആള് വന്നിരിക്കുന്നു. അവനിപ്പം നിന്റെ അത്ര ആയില്ലേ? ഒക്കത്ത് വെച്ചോണ്ട് ഈ മൺറോത്തുരുത്ത് മുഴുവൻ നടന്ന ആളാ. ഓർമ്മയുണ്ടോടാ കാത്തൂനെ? പിന്നെ ശരിക്കും ശരിക്കും. ആ ബാഗ് ഇങ്ങോട്ട് താ. വേണ്ട വേണ്ട, നീ ഇതുകൊണ്ട് അകത്ത് വയ്ക്ക്. ബാ മോൻ. ഇതാണ് നിന്റെ മുറി. എങ്ങനെയുണ്ട്? വാവ്, പെർഫെക്റ്റ്. ഇഷ്ടപ്പെട്ടോ? പിന്നെ അമേസിംഗ്. താങ്ക് യു അപ്പൂപ്പ. ഞാനൊന്ന് കിടന്ന് ഉറങ്ങാൻ പോവാ. ഇപ്പോഴോ? കുളിച്ചു കൊല്ലം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും മോനെ. കുളിക്കാനോ? അയ്യോ, ചേടാ, ഇതെന്തൊരു കിടപ്പാ. നിനക്ക് കുറച്ച് അന്തിക്കള്ള് വേണോ? നല്ല മധുരവാ. കപ്പയുണ്ട്, ചാളക്കറിയുണ്ട്. നോ താങ്ക്സ്. എനിക്കൊരു 10 hours ഉറങ്ങണം. എന്നാലും എന്തേലും കഴിച്ചിട്ട് കിടക്കും മോനെ. ഇല്ലേ, ഭയങ്കര ക്ഷീണമാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും വേണ്ട എനിക്ക് അപ്പൂപ്പ. I just want to sleep. Good night. ഇപ്പോഴോ? ഗുഡ് നൈറ്റ്. Good night അപ്പൂപ്പ.
തല പിന്നെ അവിടെ കൊണ്ട് ഇടിച്ചോ. കുറച്ച് വെള്ളം തൊട്ട് നല്ലോണം തിരുമു. നല്ല അമർത്തി തിരുമു. അങ്ങനല്ലടാ. ആ, കൈ മാറ്റി. ഇവിടാണോ? അവിടെ ഇവിടാണോ? അവിടെ. ആ, ഇങ്ങനെ തിരുമണം. ഇല്ലേലേ മുഴച്ചു വരും. ആ, തിരുമിക്കോ. ഈ അന്തി അങ്ങ് മോന്തിക്കോ. നല്ല സുഖം കിട്ടും. ഇപ്പൊ നല്ല കൊല്ലഞ്ചാളയുടെ സീസണാ. ഇവിടെ ഐസ് വെച്ചപ്പോഴാ ഒരാശ്വാസമായി. കാത്തുവേ. ആ ആ, എരിയും പുളിയൊക്കെ തീരെ കുറച്ച് വെച്ചേക്കുവാ, നീ വരുന്ന പ്രമാണിച്ച്. അവനെങ്ങനാ, നിന്റെ കൂട്ടാണോ? ഓ, അവന്റെ ഫുഡിന്റെ കാര്യമൊക്കെ കണക്കാ. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് അച്ഛനെ കൊണ്ടത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഒന്നാമത് അച്ഛന്റെ പ്രായം. അവൻ വയലന്റ് ആയാലും അച്ഛൻ എന്ത് ചെയ്യും? ആരുണ്ട് സഹായിക്കാൻ? അവന് നീന്താൻ അറിയാമോ? കായലിലും പുഴയിലും ഒന്നും നീന്തിയിട്ടില്ല. വെള്ളത്തിൽ നീന്തിയിട്ടുണ്ടോ? ഈ സ്വിമ്മിംഗ് ക്ലാസ്സിലും മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കുറെ കാലം. ഞാൻ പറയുന്നത്, ഞാൻ നാളെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. മറ്റന്നാ നമുക്ക് 3 പേർ കൊണ്ട് ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പോവാം. നിംഹാൻസിൽ കൗൺസിലിംഗ് നടക്കുന്ന ഒരാഴ്ച അച്ഛൻ അവന്റെ കൂടെ നിൽക്കണം. നല്ല സൗകര്യമുള്ള മുറി അറേഞ്ച് ചെയ്യാം. നീ എന്റെ മോനായതുകൊണ്ട് പറയുവല്ല, നീ മുടുക്കനാ. നിന്റെ അച്ഛൻ മണ്ടൻ, നിന്റെ മോൻ മണ്ടൻ, നീ മാത്രം മിടുക്കൻ. കളിന് വേണോ? വേണ്ട വേണ്ട. എന്നാ ഞാൻ പറയാം. നിനക്കെന്തായാലും നിന്റെ കാര്യം നടക്കണമല്ലോ, അത് മുടക്കണ്ട. നീ ഇവിടെ നിൽക്കുകയും വേണ്ട. വെളുപ്പിനെ സ്ഥലം വിട്ടോ. അവനിവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നീ പറയും പോലെ ഭയങ്കര പ്രശ്നമാവുകയാണെങ്കിൽ അപ്പ ആലോചിക്കാം. അപ്പ ആലോചിച്ചിട്ട് എന്താ കാര്യം? നീ പോകുന്നതോടെ അവന്റെ പ്രശ്നം മുഴുവൻ തീരും, എനിക്കറിയാം. പിന്നെ എനിക്ക് നിന്നെ പോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ല. അവന്റെ വയലൻസ് ഒക്കെ ഞാൻ പുഷ്പം പോലെ ഡീൽ ചെയ്തോളാം. ഞങ്ങളെ മൺട്രോ തുരുത്തുകാരാ. തുരുത്തി കിടന്ന് ഒരുത്തന്റെ വേല നടക്കത്തില്ല. ഒരെണ്ണം കൂടെ എടുക്കട്ടെ? ആ, കൊണ്ടുപോവാ. വണ്ടിയും കളയൊക്കെ വന്നോ? ഇരിക്കിരിക്കെ, കളിക്കടേ വരെ കളിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? കാത്തുവേ. ആ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യത്തെ പറ്റി ആലോചിക്കാതിരിക്കുന്നതാ ആരോഗ്യം. വൈദ്യശാല ഇപ്പോഴും ഇല്ലേ? ആ, ഉണ്ടെന്ന് പറയാൻ വേണ്ടിയുണ്ട്. എനിക്ക് വേണ്ട, അവന് വേണേ കൊടുത്തേരും. വേണ്ട വേണ്ട. അയ്യോ, കൊണ്ടുപോലേ, അതുകൂടെ ഇങ്ങ് തന്നേക്ക്. നല്ല വിളിക്കണ്ട, അങ്ങ് കൊടുത്തേരും.
വന്ന കാര്യം നടക്കട്ടെ. ഇതാരുടെ മോഹന്റെയാ? മോഹനനെ കണ്ടില്ല, ഞാൻ വേറെ ഏർപ്പാടാക്കിയതാ. അപ്പൊ സുഖുവിന്റെ ആയിരിക്കും. ആയിരിക്കും. അല്ല, കേശു എന്തേ അനന്തരാവകാശി? അവൻ വന്ന പാടെ കയറി കിടന്ന് ഒറ്റ ഉറക്കം. ഒരു വക കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. അത് യാത്രയുടെ മന്ദതയാ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ, നല്ലോണം ഉറങ്ങട്ടെ. നോക്കിയിട്ട് വരാം. മരുന്നൊന്നും കഴിച്ചതിന്റെ ഉറക്കമല്ലല്ലോ. ഏയ്, അതെന്താ കുട്ടിയപ്പിച്ച അങ്ങനെ ചോദിച്ചേ? ഇനിയിപ്പൊ കളിച്ചിട്ട് എന്താ കാര്യം? കഥ കഴിച്ചില്ലേ? അയ്യോ, നീ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങി എണീറ്റാണെങ്കിൽ വാ, വല്ലതും കഴിക്കണ്ടേ? പെരുന്നാൾ കൂടിയിട്ട് എത്ര കാലമായി കാണും? നമുക്കെന്നും പെരുന്നാളല്ലേടാ പോയി. പിന്നെ ഇവന്റെ കാര്യം, ഇവന്റെ മോനാണെങ്കിൽ പെരുന്നാളായിട്ട് വന്നിരുന്ന് ഉറങ്ങുക. ഇതിനൊക്കെ യോഗം വേണം. പാല്. ആ,
No. I'm sure. Ah. Okay, I call you later. What? So you're leaving right now? Yeah. And what about me? നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണമെന്നാ നിന്റെ അപ്പൂപ്പന്റെ ആഗ്രഹം. എന്തിനാ കുറച്ച് ദിവസം ആക്കുന്നത്? അവന്റെ തറവാടല്ലേ ഇത്? അല്ലയോടാ? And you said you like the place. Yeah, but I don't know for how long. ലെറ്റ്സ് സീ. അയ്യോ, ചാർജർ എടുക്കാൻ മറന്നു. ഞാൻ ബെഡ്റൂമിൽ കുത്തി വെച്ചതാ. ഡാ കേശു, നീ ആ പെട്ടി എന്നിട്ടേ വീട്ടിൽ പോയി ചാർജർ എടുത്തുണ്ടോ? ആ പെട്ടെന്നാവട്ടെ. ചാർജർ മാത്രമേ മറന്നുള്ളൂ. ഓർത്തു നോക്ക്, പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡ്. ഇല്ലേ അച്ഛാ, എല്ലാം എടുത്തിട്ടുണ്ട്. എന്തേലും മറക്കാതെ ഒരു തവണയിൽ നീ ഇറങ്ങിയിട്ടുണ്ടോടാ? എല്ലാം എടുത്തിട്ടുണ്ട് അച്ഛാ. അയ്യോ, ദാ ചാർജർ ഞാൻ എടുത്തായിരുന്നു. ഡാ കേശു, കേശു, കേശുവേ, കേശു. ഒരു കാര്യം ചെയ്യും, നീ കടവത്തോട്ട് നട, നേരം കളയണ്ട. ഞാൻ അവനെ വിളിച്ചോണ്ടെന്ന് വന്നേക്കാം. കേശുവേ, നിന്റെ അച്ഛനെ നീ മിസ് ചെയ്യോടാ? Come on. അപ്പൂപ്പൻ എന്നെ പേടിയുണ്ടോ? നിന്നെ പേടിച്ചല്ലേ പറ്റൂ, നീ ന്യൂ ജനറേഷൻ അല്ലേ. എൻ്റെ അച്ഛൻ എന്നെ ഭയങ്കര പേടിയാ. എന്തിന്? നീ സിഗരറ്റ് വലിക്കുന്നത് നിന്റെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ എനിക്കത് പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം നീ അത് മറച്ചു വെച്ച് വലിക്കുന്നതാണ്. അത് സിഗരറ്റിന്റെ പുകയേക്കാളും വലിയ പുകയാണ്, കട്ട പുകയാണ്. ഐ നോ. അപ്പൂപ്പൻ ഏതായാലും അച്ഛനേക്കാൾ വളർന്നയാളാ. നിന്റെ അച്ഛൻ വെറും പാവമാണ്. പണ്ടും അതെ, ഇപ്പോഴും അതെ. നിന്റെ പ്രായത്തിൽ ഞാൻ മഹാവികൃതിയായിരുന്നു. അന്ന് ഞാൻ ചെയ്യാത്ത വൃത്തികേടുകളൊന്നുമില്ല. എനിക്ക് അച്ഛനുമില്ല, അപ്പൂപ്പനുമില്ല, അമ്മ മാത്രം. I feel so jealous. Man, you were so lucky. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തൊരു സുഖം. അതത്ര സുഖമൊന്നുമുള്ള കാര്യമല്ല മോനെ. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉള്ളതാ ഭാഗ്യം. ആരും ഇല്ലാതാവുമ്പോഴേ അതിൻ്റെ വിഷമം അറിയും. മേ ബി, ബട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജാണ് വേണ്ട. എന്ന് വെച്ചാ അച്ഛനും അപ്പൂപ്പനും ചത്തുപോകണം? നോ, ചാവണ്ട. ജസ്റ്റ് ഒന്ന് ഡിസപ്പിയർ ചെയ്താൽ മതി. അല്ല, അപ്പൂപ്പൻ ഡിസപ്പിയർ ചെയ്യണ്ട, അച്ഛൻ ഡിസപ്പിയർ ചെയ്താൽ മതി. അച്ഛൻ ഡിസപ്പിയർഡ് ആണല്ലോ. He'll come back. എന്നെ മെന്റൽ ഹോസ്പിറ്റലാക്കാനുള്ള പ്ലാനാ. നിന്നെ ഒരു ഹോസ്പിറ്റലും ആക്കേണ്ട ആവശ്യമില്ല. നിനക്കൊരു കുഴപ്പവുമില്ല. നീ സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കും. ഐ വിൽ ബി വിത്ത് യു. Are you serious? യെസ്, ഐ ആം. അപ്പൂപ്പനാകെയുള്ള പ്രതീക്ഷ നീ മാത്രമാണ്, അറിയാലോ. അപ്പൂപ്പന്റെ സ്വഭാവം കുറച്ച് കഴിയുമ്പോൾ മാറുമോ?
I mean, can I really be frank with you? Yes, you should be. You will never trust me. Bet. ഈ തറവാട് പന്തയം. Okay. എനിക്ക് നല്ല വിശപ്പ്, നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോ? ഓക്കെ. അപ്പൂപ്പൻ പേടിച്ചു പോയി. പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കുന്ന പോഴനല്ല നിന്റെ അപ്പൂപ്പൻ. എന്നാ അപ്പൂപ്പന് കൊള്ളാം. ഇനി അഥവാ വീണാ തന്നെ താങ്ങേണ്ടത് നീയാ, അത് ഓർത്തോണം. അച്ഛന്റെ വാട ഹോൾസ്മെൻ അച്ഛന്റെ കൂടെ ഇരുന്ന് വന്നേന്റെയാ. ഐ ഹേറ്റ് ഇറ്റ്. എന്നാ പിന്നെ നീ ആദ്യം ഒരു കുളി വാ. ഞാൻ എത്ര കുളിക്കാതിരുന്നാലും എനിക്കൊരു ബോഡി ഓർഡറും കാണത്തില്ല. പക്ഷെ അച്ഛൻ എത്ര കുടി കുളിച്ചാലും ബോഡി ഓർഡർ മാറത്തേയില്ല. അതെന്താ അപ്പൂപ്പ അങ്ങനെ? ആർക്കറിയാം. ചുരുക്കി പറഞ്ഞാ നീ ഇപ്പൊ കഴിച്ചിട്ട് കുളിക്കുന്നോ അതോ കുഴിച്ചിട്ട് കളിക്കുന്നു? അപ്പൂപ്പൻ എന്റെ മണ. നിനക്കെന്റെ ഗുണമാ. ഡോണ്ട് ബി ടു ഷുവർ. ഐ എം ഷുവർ. നിനക്കെന്റെ കൊച്ചുമോനാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. വാ. എന്താ സംശയമുണ്ടോ? ഉണ്ട്. കുറച്ചൊക്കെ അഭിനയാണോ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയം തോന്നാറുണ്ട്. അത് നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടായ സംശയമാ. മാറിക്കോളൂ, ഉടനെ മാറിക്കോളൂ. ചിലപ്പോ തോന്നും അപ്പൂപ്പൻ പറയുന്നതെല്ലാം സത്യമാണ്. ഒന്ന് സത്യം, ഒന്ന് കള്ളമാണ്. എങ്ങനെ അറിയും? എങ്ങനെ അറിയും? പുട്ടും കടലയുമാ. കേശുവിന് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. മതി മതി മതി. ഒരു ചില്ലിയോ? ഒരു കുറ്റി പുട്ട് ഇതിനകത്ത് ആണുങ്ങൾ ആരാ ഉള്ളത്? വേണ ഞാൻ പിന്നെ എടുത്തോളാം. അപ്പൂപ്പ ഞാൻ കഴിച്ചു തുടങ്ങുവാണേ. മതി മതി മതി. ഇത് ചമ്മന്തി ഒന്നും അല്ല, തൊട്ടുകൂട്ടാൻ. നല്ലോണം ഇളക്കി അങ്ങോട്ട് തിന്നു നോക്ക്. കാത്തൂന് എത്ര വയസ്സായി? എത്ര വയസ്സ് തോന്നും? അയ്യോ, പാലടുപ്പത്തിരിക്കുന്നു. ആഹാ, പുട്ട് തിന്ന ഓർമ്മ വല്ലതും ഉണ്ടോടോ? പുട്ട് കിട്ടുന്ന ഒരു മലയാളി കടയുണ്ട് അവിടെ. ആഹാ, ഷടാ. ആ കള. കാത്തൂന് എത്ര വയസ്സായി കാണോ അപ്പൂപ്പ? ഒരു 40 വയസ്സായോ? എവിടാ? അവക്ക് ഈ വരുന്ന മേടത്തില് 32 ആവും. അത്രേ ഉള്ളൂ? പിന്നെ നിന്നെ കൈക്കുഞ്ഞായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോ നോക്കാനായിട്ട് അവളെ കൊണ്ടുവന്ന് നിർത്തിയത്. അവളന്ന് പത്തിത്തോറ്റ് പഠിത്തം നിർത്തി നിൽക്കുക. നീ ഇങ്ങനെ കിള്ളി പറിച്ചോണ്ടിരിക്കാ, നല്ലോണം ഇളക്കി കഴിക്കും. അപ്പൂപ്പ, ഈ കാത്തെന്താ കല്യാണം കഴിക്കാത്തെ? അവളൊരു കല്യാണം കഴിച്ചതാ. അവന് വേറെ കെട്ടിയോളും പിള്ളേരും ഉണ്ടെന്നറിഞ്ഞപ്പം ഇട്ടേച്ചിങ്ങ് പോന്നു. നീ എന്താ കെട്ടാത്തേന്ന് ചോദിക്കുമായിരുന്നു കേശു. ഒന്ന് കെട്ടിയതോടെ മതിയാ എന്റെ കേശു. ഇനി കെട്ടും വേണ്ട, കിടക്കേം വേണ്ട. എനിക്ക് ബ്ലാക്ക് ടീ മതിയായിരുന്നു. നല്ല നാടൻ പശുവിന്റെ പാലാ, ഒന്ന് കുടിച്ചു നോക്ക് നീ. കട്ടൻ മതിയെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. വേണ്ടാന്ന്, അവനിത് കുടിച്ച് ശീലിക്കട്ടെ. ഇതെന്താ തേയില പായസം? എനിക്കൊരു ലൈറ്റ് ബ്ലാക്ക് ടീ തരാമോ? പാലും വേണ്ട, പഞ്ചസാരയും വേണ്ട. ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഒരു സ്പൂണും. സ്പൂൺ എന്തിനാ? പുട്ട് തിന്നാനാണോ? നല്ല ഭക്ഷണം കഴിക്കുന്നവനത് വലത്തെ കൈ കൊണ്ട് ഇളക്കി കുഴച്ച് ഉരുട്ടി കഴിക്കും. കെട്ട ഭക്ഷണം കഴിക്കുന്നവനത് കൈ കൊണ്ട് തൊടത്തില്ല, കത്തിയും മുള്ളും കറണ്ടിയും ഒക്കെ എടുക്കും. ചത്ത പാമ്പും
പച്ച മീനും ഒക്കെ തിന്നാനാണെങ്കിൽ ചോപ്സ്റ്റിക് എന്നൊരു സാധനമുണ്ട്. പണ്ടൊക്കെ 1 മീറ്റർ 1.5 മീറ്റർ നീളമുള്ള ചോപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അറിയോ എന്തിനാ? കഷ്ടം. അപ്പൂപ്പ ഞാനേ സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പൂപ്പൻ എന്തെങ്കിലും വാങ്ങിക്കണോ? അതെന്താ പെട്ടെന്ന്? ഈ അങ്ങേക്കടവിന്ന് സ്ട്രേറ്റ് ബസ് കിട്ടുമല്ലോ അല്ലേ? നിനക്കെന്തെങ്കിലും വാങ്ങിക്കാനാണോ? യെസ്, ഞാനിത് ഇപ്പോഴാണ് ഓർത്തെ. നീ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അപ്പൂപ്പ പോവാൻ. വരണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. എടാ അവള് നിനക്ക് ബ്ലാക്ക് ടീ എടുക്കുക, നീ അത് കഴിച്ചേച്ചു പോ. എടാ കേശുവേ. അത് ഞാൻ വന്നിട്ട് കുടിച്ചോളാം. എടാ നിക്ക്, ഞാനും വരുന്നു. എനിക്കും സിറ്റി പോവേണ്ട കാര്യമുണ്ട്. കേശുവേ. നീ നല്ല പുള്ളിയാ. അപ്പൂപ്പ, I really don't like this. You must trust me. Of course, I do. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്, അപ്പൂപ്പൻ്റെ ഫോൺ നമ്പറുണ്ട്. എനിക്ക് നല്ലോണം മലയാളം സംസാരിക്കാൻ അറിയുകയും ചെയ്യാം. സോ പ്ലീസ് ലെറ്റ് മീ ഗോ അലോ. ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തി ഉടനെ ഇങ്ങ് തിരിച്ചു വരും. ഓക്കെ, ജസ്റ്റ് ട്രസ്റ്റ് മീ മാൻ. മോനും കൊച്ചുമോനൊക്കെ വന്നു അച്ചാമ. വന്നു. കൊച്ചുമോനെ ഇവിടെ ആക്കിയിട്ട് മോൻ കാലത്ത് പോവുകയും ചെയ്യും. ഇനിയിപ്പോ 2 ദിവസം കാണുമായിരിക്കും. 2 അല്ല, കുറച്ചു ദിവസം ഇവിടെ നിൽക്കാനാ പ്ലാൻ. അസനവില്ലാതി 1, ദശമൂലാഷ്ടം 1, രാസനാദിപ്പൊടി 1, പൽപ്പൊടി 1, രാമച്ച 200, ജഡാമയാദി 1. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഞാനൊരു എണ്ണ വരാം. ജോർജേ, ഇന്നലെ കാച്ച എണ്ണയും എടുത്തേ. തലേ തേച്ച് കുളിക്കാൻ നമുക്ക് നോക്കാം. അവന്റെ നാളെ ഏതാന്നാ പറഞ്ഞേ? പുണർതം. എന്തായാലും ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എണ്ണ ഏതായാലും തേച്ചോട്ടെ. 1.5 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കാൻ പറ. ഇത് അവൻ എന്റെ വക സമ്മാനം. സുഖനിദ്രയും മാനസിക സ്വാസ്ഥ്യവും കിട്ടുന്നുണ്ടെങ്കിൽ ഇവനെ അങ്ങ് സ്ഥിരമാക്കാം. അപ്പൊ പിന്നെ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. എന്തായാലും വിളക്കം ഇച്ചിരി കുറയും, അതുറപ്പാ. അവന് എണ്ണ തേച്ച് കുളിയൊന്നും ശീലമില്ലാത്തതാ. വല്ല ജലദോഷവും പിടിക്കും. ആദ്യം ഒരു ജലദോഷം പിടിക്കും, പിന്നെ അത് നല്ലതാ. പുകവലിയുള്ള കൊച്ചല്ലിയോ, ഒന്ന് പനിച്ച് കിടന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. കള്ളം പറഞ്ഞല്ല, മൊത്തത്തിലൊന്ന് ശാന്തവും. തനിക്ക് അടുത്തിരുന്ന് ശുശ്രൂഷിക്കാം. അങ്ങനെ ഒരു അടുപ്പവും വരും. ഏത് അതും കൂടി ഉണങ്ങിയെങ്കിൽ ഇങ്ങെടുത്തോ. വന്നോ? ഐ എം റിയലി സോറി അപ്പൂപ്പ. അപ്പൂപ്പൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? എന്തിന്? ശരിക്കും ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത്? നിനക്ക് ആവശ്യമുള്ള ഒന്നും ഞാൻ വാങ്ങി വെച്ചില്ലല്ലോ. എന്തൊക്കെയാ ഇതില്? ഒരുപാടുണ്ടല്ലോ. ആഹാ, നിനക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ നല്ല 1-ാം തരം നാടൻ കോഴി ഏർപ്പാടാക്കി തരുമായിരുന്നില്ലേ? ഇത് തീരുമ്പോ ഇനി ആവാലോ. ഇനി ഇതൊക്കെ വെക്കാൻ കാത്തൂനെ പഠിപ്പിക്കണ്ടേ? അതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പൂപ്പ. ഐ റിയലി ലവ് ടു കുക്ക്. സംടൈംസ് ദാ ഒരു ചോക്ലേറ്റ് ഉണ്ട്, ഒന്ന് കാത്തൂനും കൊടുക്കാം. ഓ, കാത്തു.
ഓക്കെ അപ്പൂപ്പ, തുടങ്ങിക്കോ. എന്തോ തുടങ്ങാനാടാ? അപ്പൂപ്പൻ എന്തേലും പറ. എന്തോ പറയാനാ? മൺറോത്തുരുത്തിനെ പറ്റി പറ. ആ, ഒരു സെക്കൻഡ്. ഓക്കെ. തുടങ്ങിക്കോ. ഈ ലോകത്ത് 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് മൺറോത്തുരുത്ത്, മറ്റേത് അക്കരെ. മൺറോത്തുരുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പോയ പടിഞ്ഞാറേ കടവ് മുതൽ അപ്പുറത്ത് കിഴക്കേ കര വരെ. അക്കരെ എന്ന് പറഞ്ഞാൽ മൺറോത്തുരുത്ത് അല്ലാത്തതെല്ലാം അക്കരെയാ. പെരിനാടും അക്കരെ, പേർഷ്യയും അക്കരെ. അവരെല്ലാം അക്കരക്കാര്, നമ്മൾ മാത്രം ഇക്കരക്കാര്. അത് കലക്കി. ഇത് നേരത്തെ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആണോ അതോ ഇപ്പൊ തോന്നി പറഞ്ഞോ? നേരത്തെ എഴുതി വെച്ച് ഇപ്പൊ തോന്നി പറഞ്ഞു. അപ്പൂപ്പ, ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടം വല്ലതും ഉണ്ടോ? എന്തിനാ വേണം. 19-ാം നൂറ്റാണ്ടിൽ ഒരു പള്ളിയുണ്ട്, പക്ഷെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതൊന്നുമല്ല. ആണോ? ആ, എന്നാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഇപ്പോഴും ഓക്കെ, അപ്പൂപ്പൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം. അപ്പൊ പിന്നെ എണ്ണതേപ്പും കുളിയൊക്കെ എപ്പോഴാ? ആ, സർപ്പസന്തതികളെ, എങ്ങനെയുണ്ട് ലൊക്കേഷൻ? ബ്യൂട്ടിഫുൾ. ആ, അപ്പൂപ്പ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ അപ്പൂപ്പൻ വിഷമിക്കൂ? ഞാനെന്തിനാടാ വിഷമിക്കുന്നേ? അല്ല, അപ്പൂപ്പൻ വിഷമിക്കും. ആഹാ, അത് നിനക്കങ്ങനെ അറിയാം? അപ്പൂപ്പൻ വിഷമിക്കുവോ? നീ കാര്യം പറ. കാര്യം പറഞ്ഞ അപ്പൂപ്പൻ വിഷമിക്കുവോ? കാര്യം പറടാ കൊച്ചനെ. ഞാനേ പണ്ടൊരു ക്രൈം ചെയ്തിട്ടുണ്ട്. എന്തോ ക്രൈം? അപ്പൂപ്പൻ വിഷമിക്കല്ലേ? ഞാനൊരു കൊച്ചിനെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ആരെ? ആരെയാന്ന് അപ്പൂപ്പൻ എങ്ങനെ അറിയുന്നത്? അപ്പൂപ്പൻ അറിഞ്ഞൂടാത്ത കൊച്ച. എന്നിട്ടെന്താ? ഞാൻ കൊന്നൊന്നും കളഞ്ഞില്ല. മോനെ, ഇതാ ഞാൻ ചോദിച്ച അപ്പൂപ്പൻ വിഷമിക്കുവോന്ന്. എന്നാലും എടാ മോനെ. ഇല്ല, എന്നിട്ടൊന്നും ആയില്ല, കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാ? കുഴപ്പമൊന്നും ഇല്ല. നീ ഒന്ന് തെളിച്ചു പറ. എന്റെ അപ്പൂപ്പ ഒരു കുഴപ്പമില്ല. അവക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് സുഖമായി ജീവിക്കുന്നു. നീ ചുമ്മാ എന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഓരോ കള്ളവും പറഞ്ഞോണ്ട്. കള്ളല്ല അപ്പൂപ്പ, സത്യ അപ്പൂപ്പ. എപ്പോഴാ അത്? അതിപ്പോ ഒരു 4 വർഷം മുമ്പാ. 4 വർഷം മുമ്പോ? അപ്പൊ കൊച്ചിന് എത്ര പ്രായം? അന്ന് കൊച്ചിന് ഏതാണ്ട് ഒരു 12 വയസ്സോ 11 വയസ്സോ എല്ലാം കാണും. കണ്ടോ, അപ്പൂപ്പൻ വിഷമിച്ചു. ചുമ്മാ. ഡു യു ഹേറ്റ് മീ? മോനെ, അപ്പൂപ്പനും കാത്തുവുമായി വല്ല സെക്ഷൽ ബന്ധമുണ്ടോ? കേശു, അനാവശ്യം പറയരുത്. അച്ഛന് കാത്തുവുമായി ബന്ധം ഉണ്ടായിരുന്നു. അത് ഞാൻ അച്ഛൻ്റെ ഡയറിന്ന് വായിച്ചതാ.
ആള് സിറ്റിന്ന് വന്നോ? ഓ വന്നു വന്നു. എന്തായിരുന്നു പർച്ചേസ്? ചീസ്, ചോക്ലേറ്റ്, ചിക്കൻ, കോള. ഓ അങ്ങനെ. അത് വയറ്റിപ്പഴുപ്പിന്റെ പ്രശ്നമാണ്. എന്നാ വിളി. ഉണ്ണാൻ പോകുന്ന വഴിക്കൊന്ന് കണ്ടേച്ചു പോകാന്ന് എഴുതി കയറിയതാ. കാത്തൂരൊരു കമ്പം കയറിയിട്ടുണ്ടോന്നാ സംശയം. കയറും കയറും, അത് കയറും. ആ കേശുവോ? ഓ ഒന്ന് മതിയാക്കി കേശു. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുന്നു. നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? ഹായ്. അപ്പോ ഇതാണ് അമ്പനാട്ട് തറവാടിന്റെ അനന്തരാവകാശി അല്ലേ? പിടിയും കിട്ടിയോ? ഞാനൊരു പാവം വൈദ്യരാണ്. കൊച്ചുനാളില് നിന്നെ പൊങ്ങമ്പനിക്ക് ചികിത്സിച്ചിട്ടുണ്ട്. എനിക്കറിയാം. നല്ല അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. അതൊരു ഭാഗ്യമായി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിലത്തൊക്കെ? വൈദ്യർക്ക് അസ്ട്രോളജി ഒക്കെ അറിയായിരിക്കും അല്ലേ? അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടുണ്ട്. മന്ത്രവാദം ഉണ്ടോ? എന്നെ കണ്ടിട്ട് ഒരു മന്ത്രവാദിയുടെ മുഖച്ചായ ഉണ്ടോ? അപ്പൂപ്പൻ വിളിച്ചിട്ട് വന്നതാണോ? കുര്യാപ്പി അപ്പൂപ്പന്റെ സ്വന്തം ആളാ മോനെ. ഞങ്ങൾ 10-60 വർഷമായിട്ട് കൂട്ടുകാരാ. ഇവിടെ അടുത്താ താമസം. ഇന്നലെ രാത്രിയും ഇവിടെ വന്നിരുന്നു. എന്നും വരും. ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു. അപ്പൂപ്പൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്നെ ട്രീറ്റ് ചെയ്യാൻ അപ്പൂപ്പൻ വിളിച്ചിട്ട് വന്നതാണോ വൈദ്യര്? അതിന് നിനക്കെന്താ അസുഖം? വൈദ്യര് ചുമ്മാ വന്നതാ മോനെ. ആ എണ്ണ തന്ന ഈ വൈദ്യരല്ലയോ? മോനെ എണ്ണ തേച്ച് കുളിച്ചായിരുന്നു. എന്റെ ദേഹത്തൊരു ബാധ കൂടിയിട്ടുണ്ട്. അത് കുളിച്ചാലൊന്നും പോകുന്നതല്ല. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ പോലുള്ള ആൽക്കലോയിഡ് ഇൻഡ്യൂസ് ചെയ്ത ഒരുതരം പാരനോയിഡ് ഷീസോഫ്രീനിയാണെന്നാണ് മോഡേൺ സൈക്കാട്രിയുടെ കൺക്ലൂഷൻ. പക്ഷെ സംഗതി ബാധയാ. വൈദ്യര് വിചാരിച്ചാ അത് ഒഴിപ്പിക്കാൻ പറ്റുമോ? മോനെ കയ്യൊന്നു തന്നെ. വേണ്ട വേണ്ട, ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. അതെന്താടാ, നിനക്ക് പേടിയാണോ? ബാധ ഒഴിപ്പിക്കുന്ന വല്ല കർമ്മം നടത്താൻ അറിയാവോ? ഐ മീൻ സം മന്ത്രവാദം? അയ്യോ എന്റെ പൊന്നു കുഞ്ഞ്, എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ആരെയും അപ്പൂപ്പൻ അറിഞ്ഞൂടെ? ബാധ ഒഴിപ്പിക്കാനോ? ആരാ നിന്റെ അടുത്ത് പറഞ്ഞത് ബാധ കയറിയെന്ന്? വൈദ്യരേതായാലും ഒന്ന് നോക്കട്ടെ മോനെ. ആ വൈദ്യരുടെ കയ്യും തന്നെ ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കയ്യോ? അതെന്തിന്? താ ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. കേശു നോക്കട്ടെ. നാടി നോക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്, മിടുക്കൻ. കുറച്ചേരം മിണ്ടരുതേ. ഇതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആയല്ലോ. മോനെ നീ എന്താ ഈ കാണിക്കുന്നേ? എന്നാ പിന്നെ ഒരു തുണ്ടെടുത്ത് കുറിച്ചു കൊടു നീ തിക്കാരി. ഉടനെക്കാരും ഭരണം ഉണ്ടാവോ? സോറി, പക്ഷെ വൈദ്യരോട് കള്ളം പറയാൻ പാടില്ലല്ലോ. കൂടുതൽ ഞാൻ പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ഞങ്ങളുടെ ന്യൂറോപ്പതി സർക്കിളുണ്ട്, അവിടെ കയറി ഒന്ന് കൺസൾട്ട് തന്നെ എനിക്ക്. പോടാ അവിടെ നിന്ന്. നീ ഞങ്ങളെ മണ്ടന്മാരാക്കിക്കോ. എന്നാലും അത്രക്കങ്ങ് വേണ്ട. Now you began to talk like my father. എനിക്ക് കുറച്ച് സമയം വേണം. മരണം ഇത്ര തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ നാടി ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാ getting nervous. I'm serious. വൈദ്യര് പോരുത്, ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ഞാൻ നെറ്റിലൊന്ന് കയറി ഒരൊറ്റ കാര്യം നോക്കിയിട്ട് വേഗം വരാം. ഓക്കെ അപ്പൂപ്പാ, you should be with him. Don't leave him alone, okay?
ഇത് ഇവിടെ ഇരുന്നാ അവനെന്നെ കിടത്തി ചികിത്സിക്കും. ചവിട്ടിത്തിരുമായിരിക്കും ആദ്യം. അല്ല ശരിക്കും ഉറങ്ങുവാണോ? പിന്നെ അല്ലാതെ. അപ്പൊ അവനെ നോക്കുന്ന എപ്പോഴാ? കനാബിനോട് ഇനി ഏതായാലും ഊണ് കഴിച്ചിട്ട് ബാക്കി നോക്ക്. അങ്ങേരെന്തായാലും സ്ഥലം വിട്ടു. രാവിലെ ആകപ്പാടെ 2 സ്പൂൺ പുട്ടല്ലേ തിന്നുള്ളൂ. അപ്പൂപ്പ മനുഷ്യനാണോ മൃഗാണോ? അതേതായാലും ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കണം. അത് നിർബന്ധമാണ്. സദ്യ വട്ടമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരുമിച്ചുള്ള വാടാ. Now listen. അപ്പൂപ്പൻ 60 കൊല്ലം കൊണ്ട് അടുപ്പമുള്ള കൂട്ടുകാരൻ മരണത്തിന്റെ വക്കിലാണെന്നറിഞ്ഞിട്ടും അപ്പൂപ്പൻ ഉണ്ണാനാ തോന്നുമെങ്കിൽ അപ്പൂപ്പൻ പോയി ഉണ്ണ്. പക്ഷെ എനിക്കത് പറ്റത്തില്ല. എനിക്കത് പഠിക്കണം. നീ എന്ത് പണിക്കാനാ? കളഞ്ഞിട്ട് വാടാ, വട്ട് പറയാതെ. അങ്ങനെ മരിക്കാനും പോകുന്നില്ല, കൊല്ലാനും പോകുന്നില്ല. ഒക്കെ നിന്റെ ഓരോ ഇമാജിനേഷനാ. നോൺസെൻസ്. നടക്ക്. നോ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണാവോ? എന്റെ അച്ഛന്റെ അച്ഛനാ അപ്പൂപ്പൻ. എനിക്ക് പറ്റിയ അബദ്ധമാണ് നിന്റെ അച്ഛൻ. നിന്റെ അച്ഛന് പറ്റിയ അബദ്ധമാണ് നീ. അബദ്ധത്തിന്റെ അബദ്ധം എന്തുവാ? സുബദ്ധം. എനിക്ക് നീ സുബദ്ധം, നിനക്ക് ഞാൻ സുബദ്ധം. I'm really ashamed of you. Big. ഈ ഇലയെടുത്ത് നീ വേണേ ഉണ്ണ്. അവൻ ഇലയും കൊലയൊന്നും വേണ്ട. Sorry, Appupa. I know I'm horrible, especially when I'm seriously working on something. അപ്പൂപ്പൻ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണോ? ആണോ അപ്പൂപ്പ? വേഷം കെട്ട് കണ്ടാൽ ആർക്കായാലും ദേഷ്യം വരും. എന്ന് വെച്ചത് ഭയങ്കര ദേഷ്യമൊന്നുമല്ല. മോൻ വന്ന് ഊണ് കഴിക്ക്. വാ മോനെ, വാ. ഓംലെറ്റ്. പണ്ടൊരു സ്വാമി തട്ടുകട ചെന്ന് പറഞ്ഞതാ. കാത്തു, പ്ലീസ് ഈ കുന്തല്ല ഇവിടെ അടുത്തുനിന്ന് മാറ്റാവോ? മാറ്റാലോ. പൂപ്പ, പിന്നെ I have a concept on human reproduction, which you might not agree with, first of all. See,
ഈ മനുഷ്യനും മറ്റു ജന്തുക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ? ഡു യു റിയലി നോ? തലച്ചോറ്, സൈസ് ഓഫ് ദ ബ്രെയിൻ. Cool. Now, my theory is reproduction. How do you call it in Malayalam? പുനരുൽപാദനം. പുനരുൽപാ? Okay, whatever. ബാക്കി എല്ലാ ജന്തുക്കളും സെക്ഷൽ ഇന്റർകോഴ്സിൽ കൂടി അടുത്ത ജനറേഷനെ ഉണ്ടാക്കുന്നത്, റൈറ്റ്? ബട്ട് ഫോർ ഹ്യൂമൻസ് 2 types of reproductions are possible: by sexual intercourse and by brain. സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ മക്കൾ എന്ന് വിളിക്കുന്നു. ബ്രെയിൻ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരെ ശിഷ്യരെന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പിൻഗാമി ബ്രെയിൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ശിഷ്യൻ മാത്രം, മക്കളല്ല. Although we still stick to the same old animal logic. That's what I think. What do you say? It's a revolution within evolution. Don't you think so? മുത്താഴം കഴിഞ്ഞാൽ മുള്ളയിലും കിടക്കണമെന്നാ. ഉണ്ടാലൊന്ന് ഉറങ്ങണം. ഞാനൊന്ന് കിടക്കട്ടെ. ഓക്കെ, പക്ഷെ ഗാന്ധിയുടെ യഥാർത്ഥ മകനാരാ? ബയോളജിക്കൽ മകനാണോ അതോ യഥാർത്ഥ ഗാന്ധി ശിഷ്യനോ? എന്താ കാത്തു? എനിക്കൊരു 50 രൂപ വേണം. ഒരു 50 രൂപ തരാൻ. എന്താ ഉണ്ടായെന്ന് പറ കാത്തു. കാത്തുവേ, കാത്തു. മോളെ കാത്തു, മോളെ. ഒരു കുട്ടവൻ വെള്ളത്തിൽ ഒരു കുളിയം കുളിച്ചു. ഇപ്പൊ ഒരു 10 കിലോ കുറഞ്ഞു കാണും. നില്ലടാ അവിടെ. എന്താ അവിടെ ഉണ്ടായേ? എന്താ? സത്യം പറഞ്ഞോണോ ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ടു യു? വേഷം കിട്ടുന്നോ? കാത്തുവിനോട് നീ എന്താ ചെയ്തതെന്ന്? അപ്പൂപ്പനും അച്ഛനും ഒക്കെ ചെയ്തത് തന്നെയാ ചെയ്തത്. വൈ? അപ്പൂപ്പനത് ഇഷ്ടല്ലേ? ഐ എം ഷുവർ ഷീ ലൈക്ഡ് ഇറ്റ്. കഴിവുറങ്ങുന്നേ, നിന്നെ കൊന്നുകളയുന്നില്ല ഞാൻ. മേലെ എന്റെ ദേഹത്തോട്ട് കളിക്കരുത്, കേട്ടല്ലോ?
അപ്പൂപ്പൻ എന്തിനാ എന്നെ കഴുത്തിരിച്ചു കൊല്ലാൻ നോക്കിയേ? വെറും അസൂയ കൊണ്ടല്ലേ? നിക്കടാ അവിടെ. May I come in? ഇവിടെ വാ കേശു. ഇവിടെ വരാൻ പറഞ്ഞാ ഇവിടെ വരണം. ഞാൻ വരാം, പക്ഷെ എന്നെ ഉപദ്രവിക്കരുത്. ഇത് കണ്ടോ? ഇതിനകത്ത് എന്താന്നറിയോ? മെർക്കുറി. 1 ഡസൻ തെർമോമീറ്ററിൽ നിന്ന് പൊട്ടിച്ചെടുത്ത രസാ. ഇതങ്ങോട്ട് കുത്തി കയറ്റിയാലേ ഭയങ്കര രസായിരിക്കും. Got it? മൺട്രോത്തുരുത്തിൽ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കും. പക്ഷെ എനിക്ക് ഈ അടിയിലും ഇടിയിലും വലിയ വിശ്വാസമൊന്നുമില്ല. ഐ ബിലീവ് ഇൻ പോയിസൺ. സ്ലോ പോയിസൺ. എന്നാ കുത്ര കുത്ര എന്നെ കുത്ര. നിക്കടാ, കുത്തി വെക്കടാ എന്നെ. നിക്കടാ അവിടെ, അവിടെ നിക്കടാ. കുത്തറ, കുത്തി വെക്കടാ മരുന്ന്, കുത്തി വെക്കടാ. അവിടെ നിക്കടാ അവിടെ. പിടിയടാ അവനെ. പെടലിക്കൊരു പൊട്ടലുണ്ടോന്നാ, തല തിരിക്കുമ്പോ ജീവൻ പോണ വേദനയാ. ഈ പ്രായത്തിൽ ഇനി കൂടുതൽ തലതിരിഞ്ഞു പോവാതിരിക്കുന്നതാ ബുദ്ധി. താൻ തൈലം പുരട്ടി ഒന്ന് തടവിയാ മതി. പൊട്ടലൊന്നുമില്ല. ഏതായാലും തൈലം കുരിയാപ്പി എന്നെ അങ്ങ് പുരട്ടി തടവ്. അവിടെ ചെന്നിട്ട് ഇനി ആര് തടവാനാ? തൽക്കാലം ഞാൻ തടവാം. ഇതുപോലെ തടവണമെന്ന് അതെ കാത്ത കൊച്ചിനോട് പറഞ്ഞ. ഇല്ലെങ്കിൽ നമ്മുടെ നാടി വൈദ്യനുണ്ടല്ലോ. അവനാള് ബഹു സമർത്ഥനാ. ഒന്ന് മെരുങ്ങി കിട്ടണം. ജോർജേ, ഒരു ക്ഷതാന്തക തൈലം. ഞാൻ മരിച്ചിട്ടില്ല എന്ന് അവനോട് പറഞ്ഞേരെ. നാളെ കാലത്തെ പോവാൻ നിക്കുവാ. അവന് മടുത്തൂന്ന്. ഇത്ര പെട്ടെന്നോ? അതിനവനൊന്നും കണ്ടില്ലല്ലോ. എന്നിട്ട് താൻ സമ്മതിച്ചോ? പോണോന്ന് വാശി പിടിച്ച് കെട്ടിയിടാൻ പറ്റുമോ? സമ്മതിക്കല്ലടോ. താൻ എന്തോരം കാത്തിരുന്നിട്ട് അവനൊന്ന് വന്നേ. എന്നിട്ട് വന്നതിന്റെ പിറ്റേന്ന് പോണോന്ന് വെച്ചാ ആ കാത്തു കൊച്ചിനോട് എന്താ കമ്പം കയറി എന്ന് പറഞ്ഞിട്ടാ? അവൾ അതിനിടയിൽ അവൾ അമ്മാച്ചൻ തെങ്ങിന്ന് വീണെന്ന് പറഞ്ഞ് നാട്ടിൽ പോയില്ലയോ? അങ്ങനെയും സംഭവിച്ചോ? അപ്പൊ വെപ്പും കുടിയൊക്കെ തപ്പലാവുമല്ലോ. ക്ഷതാന്തക തൈലം. അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. സ്വന്തം മോളെ പോലെ സ്നേഹിച്ച ഞാൻ അവളെ ഇത്രയും നാളും ഇവിടെ നിർത്തിയത്. അവള് കുളിച്ചപ്പോ എത്തി നോക്കിയത് നിന്നെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി ലോഡ്ജിലാക്കിയവനാ ഞാൻ. ഇന്നിപ്പം നിന്റെ മോൻ കാരണം അവൾ ഇവിടെ നിന്ന് നിലവിളിച്ചോണ്ട് ഇറങ്ങിപ്പോയി. അവളെ ഒന്ന് പോലീസിലായ കംപ്ലൈന്റ് ചെയ്താൽ ഇവൻ അകത്താ.
എന്നിട്ടിപ്പ എന്നെ കൊല്ലാൻ ഒരു സിറിഞ്ചും കൊണ്ട് ഇറങ്ങിയിരിക്കുക ഭ്രാന്തൻ. എനിക്ക് കൊച്ചുമക്കളും വേണ്ട, ഒരു കോപ്പും വേണ്ട. പിടിച്ചോണ്ട് പൊയ്ക്കോണം നാളെ തന്നെ ഇവിടെ നിന്ന്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്കൊന്നും കേക്കണ്ട. എന്താ എന്നെ കൊല്ലണ്ടേ? അപ്പൂപ്പൻ എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അപ്പൂപ്പനെ വേണം. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? മെർക്കുറി കുത്തിവെക്കുന്നൊക്കെ ഞാൻ ചുമ്മാ അപ്പൂപ്പനെ പേടിപ്പിക്കാൻ പറഞ്ഞതാ. എന്നെ കൊല്ലാൻ വന്ന എനിക്ക് പേടിയാ, അതുകൊണ്ടാ. എനിക്ക് നിന്നെ കൊല്ലണ്ട. പോക്കൃത്തരം കാണിച്ചാൽ ഒരെണ്ണം പൊട്ടിക്കും. അത് അപ്പൂപ്പന്റെ അവകാശമാ. അപ്പൂപ്പൻ പൊട്ടിച്ചില്ലെങ്കിൽ നാട്ടുകാർ പൊട്ടിക്കും, ഇല്ലേ പോലീസുകാർ പൊട്ടിക്കും. പോലീസുകാരെ കാണിക്കാൻ എന്റെ കയ്യിൽ സൈക്കാട്രിസ്റ്റിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ. ആണം കെട്ടവൻ, എന്തൊരു ദ്രോഹമാടാ നീ ആ പെണ്ണിനോട് ചെയ്തത്. നിനക്ക് ഇപ്പോഴും അതിൽ ഒരു കുറ്റബോധവും ഇല്ല. അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്ത. അവളോട് പോവാൻ പറ. അപ്പൂപ്പൻ ഞാൻ പറഞ്ഞു പറയുന്ന കേൾക്കാൻ മനസ്സില്ലെങ്കിലോ? നീ ആരാടാ എന്നോട് പറയാൻ? ആരാന്ന്? അപ്പൂപ്പൻ എത്ര ദേഷ്യപ്പെട്ടാലും ശരി, ഞാനിവിടെ ഏതായാലും കുറച്ച് നാള് താമസിക്കും, എന്റെ തറവാട്ടിൽ. അപ്പൂപ്പനെ ഞാനൊന്നും ചെയ്യത്തില്ല, അപ്പൂപ്പൻ എന്നെ ഒന്നും ചെയ്യരുത്. ഐ മീൻ ഫിസിക്കലി. നിന്റെ സിറിഞ്ച് എന്തിയേ? കാത്തൂനെ ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല, പ്രോമിസ്. ഒരു പെണ്ണിനെ എനിക്ക് ഒരിക്കലേ വെക്കൂ, അതുകൊണ്ടാ. ഞാൻ ഒരുപാട് നോക്കിയതാ, പക്ഷെ നടക്കത്തില്ല. ഐ ഡോണ്ട് നോ വൈ, ബട്ട് രക്ഷനുണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. യു ക്യാൻ ബിലീവ് മീ. ഹലോ, എന്തുവാടാ? പറഞ്ഞില്ലേ നിനക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട. രാവിലെ ഞാൻ ഇവനെ ഒറ്റയ്ക്കങ്ങ് പറഞ്ഞു വിടും. എന്തോ? അതൊക്കെ അവനങ്ങ് എത്തിക്കോളും. ആ കാശ് ഞാൻ കൊടുത്തോളാം. ഞാൻ വരുന്നില്ല, അച്ഛൻ ഇങ്ങോട്ട് വരികയും വേണ്ട. ഹലോ, അത് അവനെന്തോ ഭ്രാന്ത് പിടിച്ചു കൂവുന്നതാ. ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിൽക്കുവാ അച്ഛാ. നിന്നെ ഞാൻ ഇവിടെ നിർത്താവടാ. അപ്പൂപ്പൻ ഒന്നാമത് പ്രഷർ കൂടുതലാണ്. അതിനിടെ ഉരുണ്ടടിച്ചു വീണ് വയ്യാണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്നില്ല, ശരിയാവത്തില്ല. അപ്പൂപ്പൻ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. എനിക്കെല്ലാം മനസ്സിലായടാ. ഇന്ന് രാത്രി തന്നെ നിന്നെ ലോക്കപ്പിലേറ്റുവാ വേണ്ടത്. അപ്പൊ നിന്റെ അച്ഛൻ വന്ന് ഇറക്കും. അപ്പൊ തന്നെ കൊണ്ടുപോയി അതിന് പ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്യും. എന്തൊക്കെ വൃത്തികേടായി അപ്പൂപ്പന്റെ തലയില്. കഷ്ടം. കണ്ട, പച്ചമരുന്നുകാരനോടും കറവക്കാരനോടും ഒക്കെ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് ഞാൻ ക്ഷമിച്ചു. ഇനി ചെന്ന് പോലീസ് സ്റ്റേഷനിലെങ്ങാനും പറഞ്ഞ തട്ടിക്കളയും ഞാൻ. നീ ഒരു ചുക്കും ചെയ്യില്ലടാ പട്ടി കഴിവറുടെ മോനെ. നിന്നെ ഇന്ന് ഞാൻ പറങ്ങരുത് മോനെ. അപ്പൂപ്പ, മോനെന്നെ എന്തോ ചെയ്യണം? ലോക്കപ്പിലിടണം അല്ലയോ? എന്നിട്ട് ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കണം. അതാ മോന്റെ ആഗ്രഹം അല്ലേ? എന്നിട്ട് മോടെ പ്രായം പോലും ഇല്ലാത്ത ഒരുത്തിയും കൂടെ കിടത്തി ഈ മൺട്രോ തുരുത്തിലങ്ങ് സുഖായി ജീവിക്കണം അല്ലേ? ധിക്കാരി. മോനൊരു കുത്തിന്റെ കുറവുണ്ട്. ഈ ജനറേഷൻ ഗ്യാപ്പ് നികത്താനാ അടിയൊക്കെ ഞാൻ കൊണ്ടോളാം. പക്ഷെ കുത്തു ഞാൻ കുത്തും കുഞ്ഞേ, കുത്തും 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 കുത്തും. അവനും ഇവിടെ എവിടെ നിങ്ങൾ കാണും. അവിടെ നോക്കാം. നല്ല വഴിക്ക് പോയി നോക്കണേ. കുറെ പേര് അപ്പുറത്തേക്ക് പോകും. നിങ്ങൾ വീടിന്റെ അകത്തേക്ക് ഗോപി അപ്പുറത്തേക്ക് നോക്കിക്കേ. കാലുറക്ക്. യേശു, യേശുവേ, യേശു.
ഞാൻ പറഞ്ഞില്ലേ? എന്തോന്നോ പണഞ്ഞില്ലയോ? അത് ഇപ്പോഴല്ലയോ പണഞ്ഞത്? ഞാൻ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാന്നാ. പൊടിക്കുഞ്ഞിനോട് വിളിച്ചു പറഞ്ഞാ അവൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞോളും. അതിന് അയാളിപ്പം കൊട്ടാരക്കരയല്ലയോ? അതിനെന്ത് കൊട്ടാരക്കര വിളിച്ചാൽ കിട്ടൂലേ? അയാൾ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ പറയുന്നത് അത് വേണ്ട. നല്ല 4 പെടയും കൊടുത്ത് എങ്ങനെയും ആശുപത്രിയിലാക്കിയാൽ മതി. രണ്ടായാലും ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. വാ, വരുവോ? ഓ വാ. പെട്ടെന്ന് ചെല്ലടാ. ഈ അച്ഛൻ അങ്ങോട്ട് പോയി. ഞാൻ ഇവിടെ ഉണ്ടോ? കുര്യാപ്പിയെ കുത്തിയടോ. നിക്കടാ അവിടെ. കുര്യാപ്പിയെ, കുര്യാപ്പിയെ, താനിത് എവിടെയാണോ? കിട്ടിയോ? കുത്തിയടോ. എഴുത് പിടിക്കവനെ. വേഗം വാ. വാ, ഓടിവാ, ഓടിവാ. ഓടിച്ചല്ലേ. പിടിക്ക, പിടിക്ക. ഓടെ. ശരിക്കും കുത്തിയോ? കുത്തിയടോ. മഹാഭാവി. എന്തുവാ കുത്തിവെച്ചേ? വല്ല തരിപ്പോ വേദന തോന്നുന്നുണ്ടോ? കുത്തിയതെന്താന്ന് എനിക്കറിയാം. വ്യത്യാസം. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഇങ്ങനെ കിടന്നാലെങ്ങനാ? നമുക്ക് വല്ല ആശുപത്രിയിലോട്ട് പോവാം. ഒരു ആംബുലൻസ് വിളിക്കാം. എന്നിട്ട് 2 ആളെ സ്ട്രെച്ചറുമായിട്ട് ഇക്കരയ്ക്ക് വരാൻ പറയാം. ആംബുലൻസും വിളിക്കണ്ട, എനിക്കൊരു ആശുപത്രിയിലും പോണ്ട. ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. രസം കുത്തി വെച്ചാലും ചാവത്തൊന്നുമില്ലടോ. മണ്ടത്തരം പറയാതെ. ഡോ, തന്റെ കയ്യിൽ ഫോണുണ്ടോ? ഫോൺ വീട്ടില്ല. എന്നാ ഓടിപ്പോ വിളി. ഇയാൾ പലതും പറയും. 4 ആളെ കൂടെ കുടിക്കും. വേണ്ട വേണ്ട, വണ്ടി വിളിക്കണ്ട. കിടക്ക്, അവിടെ കിടക്കാൻ. ഡോ, തോണിക്കാരനോട് അക്കരയ്ക്ക് വെള്ളം ഇറക്കാൻ പറ. എന്റെ പൊന്നപ്പൂപ്പ, ഞാൻ കുത്തിവെച്ചത് എന്താണെന്നറിയോ? വെറും 5 മില്ലി ഡിസ്റ്റിൽ വാട്ടർ. ചുമ്മാ ഒന്ന് വരട്ടെ. ഞാൻ അപ്പൂപ്പന് വിഷം കുത്തിവെക്കുന്ന അപ്പൂപ്പൻ ശരിക്കും വിശ്വസിച്ചു അല്ലേ? സി, ദിസ് ഇസ് ദ ഒറിജിനൽ മെർക്കുറി ഡോസ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അപ്പൂപ്പൻ എന്നെ വിശ്വസിക്കാനേ പോകുന്നില്ല. യു ലോസ്റ്റ് ദ ബെറ്റ്. അപ്പൂപ്പൻ തോറ്റു എന്ന് പറഞ്ഞ് എനിക്ക് അപ്പൂപ്പന്റെ തറവാടൊന്നും വേണ്ട. ഇനി ഞാനിവിടെ നിൽക്കുന്നുമില്ല. ഐ എം ലീവിംഗ് റൈറ്റ് നൗ. നിങ്ങൾക്ക് എന്റെ അപ്പൂപ്പനാവാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. താൻ വെറും പോഴനാ.
അപ്പൂപ്പ. അപ്പൂപ്പനെ പെട്ടെന്നാരും ആശുപത്രി കൊണ്ടുപോകാതിരിക്കാൻ ഞാനൊരു കള്ളം പറഞ്ഞതാ. ശരിക്കും ഞാൻ കുത്തിവെച്ചത് മെർക്കുറി തന്നെയാ. ദാ, പട്ടിയെ കൊല്ലാനുള്ള മരുന്ന് ഇതും തരാ. Now you're beyond everything. ലോകത്തൊരാൾക്കും ഇനി അപ്പൂപ്പനെ രക്ഷിക്കാൻ പറ്റത്തില്ല. Bon voyage. പിന്നെ എന്റെ അപ്പൂപ്പൻ പേടിച്ചല്ലോ. അപ്പൂപ്പനെ പേടിപ്പിക്കാൻ എന്ത് എളുപ്പാ. ഒന്ന് സത്യമാ, ഒന്ന് കള്ളവാ. എങ്ങനെ അറിയും? എങ്ങനെ അറിയും? എത്ര തുഴഞ്ഞാലും എത്താത്തുരുത്ത്. എത്ര തുഴഞ്ഞാലും എത്താത്തുരുത്ത്. എത്ര നടന്നാലും തീരാത്തുരുത്ത്. എത്ര നടന്നാലും തീരാത്തുരുത്ത്. നോക്കാതെ കണ്ടും നോക്കാതെ കണ്ടും പറയാതെ കേട്ടും എല്ലാരും എത്തും തുരുത്ത്. എല്ലാരും എത്തും തുരുത്ത്.